ഇറാനിൽ പ്രക്ഷോഭം 100-ലേറെ നഗരങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കെ പ്രക്ഷോഭകർക്ക് മുന്നറിയിപ്പുമായി ഇറാൻ ചീഫ് ജസ്റ്റിസ് രംഗത്ത് വന്നു. ഇറാനിൽ സൈനികമായി ഇടപെടാൻ തയ്യാറായി അമേരിക്കയും ഇസ്രായേലും നിൽക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ PP ജെയിംസ് തത്സമയം ചേരുന്നു. PP ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. എന്തോ ജെയിംസിന്റെ മുഖത്തൊരു ഗൗരവം കേൾക്കുന്നില്ല SKN? എന്താ ഇറാനിലൊക്കെ അമേരിക്ക ട്രംപ് നോക്കിയിരിക്കുക അവിടെ കയറാനായിട്ട്. അവിടെ അടി, എല്ലാ ലോകമെമ്പാടും അടി കിടക്കല്ലേ. വേറെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? വേറെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? ഒരു ടെൻഷൻ 100%. ഇത്രയും സുഖകരമായിട്ട് ജീവിക്കുന്ന ഒരു ഇന്റർനാഷണൽ തൊഴിലാളിയെ കാണാൻ ഇന്റർനാഷണൽ തൊഴിലാളിയല്ല. ഓക്കെ, അപ്പൊ നമ്മൾ വാർത്തയിലേക്ക്. SKN, ഇറാനിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. നേരത്തെ 45 നഗരങ്ങളിലാണ് ഈ പ്രക്ഷോഭം ഉണ്ടായിരുന്നത്. അതിപ്പോൾ 100-ലേറെ നഗരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആകെയുള്ള 31 പ്രവിശ്യകളിൽ 31 പ്രവിശ്യയിലേക്കും ഈ പ്രക്ഷോഭം വ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാന്റെ പരമോന്നത അധികാരിയായിട്ടുള്ള ആയത്തുള്ള ഖമനായി ഇറാൻ വിട്ട് പോകണമെന്ന ആവശ്യമാണ് ഈ പ്രക്ഷോഭകർക്കിടയിൽ. 10,000-കണക്കിന് ആൾക്കാരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവർക്കെതിരെ വെടിവെപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ മണിക്കൂറുകളിൽ 8 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഏതാണ്ട് 45-ലേറെ ആയിരിക്കും. നേരത്തെ 36 പേർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അത് 10,000-കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ്. ഈ മണിക്കൂറുകളിൽ മാത്രം 2,000-ലേറെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ഒരു ഇത് വരുന്നത്, നേരത്തെ അവിടുത്തെ ഷാ ആയിരുന്ന 1979 ഇസ്ലാമിക വിപ്ലവം നടക്കുമ്പോൾ ഷാ ആയിരുന്ന റസ പഹ്ലവിയുടെ മകൻ റസ പഹ്ലവി ജൂനിയർ അധികം അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള മുദ്രാവാക്യം വരെ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ വലിയ അടിച്ചമർത്തലാണ്, സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. സൗദിയിൽ വലിയ മാറ്റം വന്നു. ഇറാനിൽ നേരത്തെ വലിയ ഒരു പച്ചപ്പരിഷ്കാരികൾക്കൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള നിയമങ്ങളാണ്. അതിനെതിരെയുള്ള പ്രക്ഷോഭം കൂടിയാണ്. സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്. അവിടെ വിലക്കയറ്റം അതിന് രൂക്ഷമാവുന്നു. അതിൻ്റെ പേരിലാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. എന്തായാലും ഇത് തക്കം നോക്കിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഈ പ്രക്ഷോഭകരെ കൊലപ്പെടുത്തിയാൽ അമേരിക്ക ഇടപെടും. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളൊക്കെ ഇങ്ങോട്ട് നീങ്ങുന്നുവെന്ന കപ്പലുകളൊക്കെ ഈ ഭാഗത്തേക്ക് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇസ്രായേൽ തക്കം നോക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഇത് നോക്കിയിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്ന ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ അനുമതി തേടിയിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു അവിടെ പോയതിന് അനുമതി ചോദിച്ചതാണ്. എന്തായാലും ഇവർ തക്കം നോക്കി ഇറാനിൽ വെനസ്വേലയ്ക്ക് പിറകെ ഇവിടെ കൂടി കയറി അടിക്കാനുള്ള തരത്തിലാണ് കാര്യങ്ങളുള്ളത്. ഒപ്പം തന്നെ ഉക്രൈനിലും വലിയ ആക്രമണം നടക്കുന്ന SKN. ഒറ്റ വാക്കുള്ളത്, സെലൻസ്കി വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അവിടെ വലിയ തണുപ്പാണ്. അപ്പോൾ കടും മഞ്ഞിനെ ആയുധമാക്കി വീടുകളിലെ ഇലക്ട്രിസിറ്റി മുഴുവൻ കളയുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇലക്ട്രിസിറ്റി ഇല്ലാതെ തണുത്ത് വിറച്ച് മരിക്കുന്ന അവസ്ഥയാണ് ഉക്രൈനിൽ എന്നുകൂടി റിപ്പോർട്ട് വരുന്നു. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.